വീടല്ല ഉപയോഗിച്ച വീട് എന്താണെന്നറിയോ? അയ്യാദത്ത് എന്ന് അറബിയിൽ ഉപയോഗിച്ചു. അയ്യാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പാലിയേഷൻ. പാലിയേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഒരു പുതപ്പിട്ട് കൊടുക്കുക എന്നല്ലേ? തണുത്ത് വിറക്കുന്ന ഒരാൾക്ക് നമുക്ക് ആകെ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന എന്താണ്? ആ തണുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. ദിസ് ഈസ് പാലിയേഷൻ അല്ലേ? അതല്ല ജീവനും. അതാണ് ജീവിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരാൾ വേറൊരാളെ അന്യായമായി വധിച്ചാൽ, കൊന്നുകളഞ്ഞു, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും കൊന്നതുപോലെയാണ്. കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സംഭവം? ഖുർആൻ പറയണ ഒരാൾ വേറൊരാളെ കൊന്നാൽ, അന്യായമായി കൊന്നാൽ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും കൊന്നതുപോലെയാണ്. ഓക്കെ, നമുക്ക് മനസ്സിലായി ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിൽ മനസ്സെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായതുകൊണ്ട് അതിന്റെ ചാഞ്ചാട്ടങ്ങൾ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എന്ത് വേണം? നമുക്ക് ഒറ്റയ്ക്ക് കഴിയൂല കാര്യങ്ങൾ. അങ്ങനെയാണ് നമ്മുടെ സൃഷ്ടിപ്പ്. ഒറ്റയ്ക്ക് സാധ്യമല്ല. ഒറ്റയ്ക്ക് ഒരാൾക്ക് കെട്ടിപ്പിടിക്കാൻ പോലും കഴിയൂല. കെട്ടിപ്പിടിക്കണമെങ്കിൽ വേറൊരു മനുഷ്യൻ വേണം. നമുക്ക് സ്വയം സാധ്യമായ കാര്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയൊക്കെ വേറെ ഏതെങ്കിലും ഒരാളുടെ സഹായം വേണം. നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ എത്ര മനുഷ്യരുടെ സഹായത്തോടെ ഇരിക്കുന്ന നല്ല വസ്ത്രം വേണ്ടേ, ഭക്ഷണം വേണ്ടേ, സൗകര്യങ്ങൾ വേണ്ടേ, വീട് വേണ്ടേ? ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ വെളിച്ചവും ഈ കാറ്റും ഈ കസേരയും ഈ പന്തലും എത്ര മനുഷ്യരുടെ കണ്ടെത്തലും അധ്വാനവുമാണ്. ഇപ്പൊ ഞാനിങ്ങനെ ഇവിടെ പതുക്കെ പറയണ ഇത്രയും ആളുകൾ ഇത് കേൾക്കാൻ കാരണം ഈ മൈക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടായതുകൊണ്ടാണ്. ഇതൊരാൾ കണ്ടുപിടിച്ചത്. എങ്ങനെയാണ് മൈക്ക് കണ്ടുപിടിക്കുക എന്ന് ഗൂഗിളിൽ നോക്കിയിട്ടല്ല കണ്ടുപിടിച്ചത്. അയാൾ ആലോചിച്ച് അധ്വാനിച്ച് ഉണ്ടാക്കി വെച്ചതാണ്. അല്ലെ? എത്ര മനുഷ്യരുടെ അധ്വാന. ഇപ്പോ നമ്മളൊക്കെ ഫോൺ ഉപയോഗിക്കുന്നത്, ഗ്രഹാംബൽ എന്ന ഒരാളത് കണ്ടുപിടിച്ച് അയാള് ഒരിക്കൽ പോലും അയാളുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല. കാരണം അയാളുടെ അമ്മയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു, പെങ്ങൾക്ക് സംസാരിക്കാനും കഴിയില്ലായിരുന്നു. പിന്നെ ആർക്ക് വേണ്ടിയാണ് അയാളത് കണ്ടുപിടിച്ചത്? വരാനിരിക്കുന്ന പല കോടി മനുഷ്യർക്ക്, അതിൽ നമ്മളുണ്ട് അല്ലേ? എത്ര മനുഷ്യരിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നതെന്ന് ആലോചിച്ചു. ഒരു തലവേദന വരുമ്പോ നമ്മൾ മെഡിക്കൽ ഷോപ്പിലേക്ക് പോയിട്ട് ചോദിക്കും തലവേദനക്കുള്ള മരുന്ന്. അവിടുന്ന് നമുക്ക് തരുന്നു, നമ്മളത് കുടിക്കുന്നു, മാറുന്നു, തലവേദന നമ്മൾ മറക്കുന്നു. അങ്ങനെ മരുന്ന് ആരാണ് കണ്ടുപിടിച്ചത്? ഒരാൾ കണ്ടുപിടിച്ചതല്ലേ? അല്ലെങ്കിൽ ഒന്നിലേറെ ആളുകൾ കണ്ടുപിടിച്ചതാണ്. എത്രയേറെ മനുഷ്യരുടെ അധ്വാനങ്ങളിലൂടെ നമ്മൾ കടന്നു വരുന്ന. നമുക്ക് വിശക്കുന്നു, നമ്മൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ പൈസ കൊടുക്കും. പക്ഷെ അവരത് തുറന്നു വെച്ചതുകൊണ്ടല്ലേ? അല്ലേ? ആ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആ മനുഷ്യനോട് നന്ദി ഉണ്ടാവണം. നമ്മൾ ബസ്സിൽ വരുന്ന എത്ര ടാക്സിയിൽ കയറിയ ആളുകളാണ് നമ്മൾ. അവർക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ ഒരു ടാക്സി ഈ നാട്ടിൽ ഓടിയില്ലായിരുന്നെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു കാർ ഉണ്ടാവും, അത് നമുക്കുള്ളതാ. ടാക്സിയോ നാട്ടുകാർക്ക് മുഴുവനും ഉള്ളതാ. ചിലപ്പോഴൊക്കെ കാറിന്റെ പിറകിൽ ഇങ്ങനെ ബസ് ഓണടിക്കുമ്പോഴേ ചിലപ്പോൾ നമുക്കിങ്ങനെ ദേഷ്യം വരുമല്ലോ. അപ്പൊ നമ്മളിങ്ങനെ പെട്ടെന്ന് ആലോചിക്കും, എന്റെ കാർ കൊണ്ട് എനിക്ക് മാത്രമേ ഉപയോഗമുള്ളൂ അല്ലെ? പക്ഷെ ആ പിറകിൽ വരുന്ന ബസ്സോ അയാൾ ഓണടിക്കുന്നൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ എത്ര മനുഷ്യരാണ് കൃത്യസമയത്ത് ആശുപത്രിയിലും ഓഫീസിലും എത്തുന്നത്? എന്റെ കാർ കൊണ്ട് എനിക്ക് മാത്രമേ ഉപയോഗമുള്ളൂ. മുഴുവനും ജയിച്ചടക്കിയവൻ എന്ന്. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യനെ വിളിക്കുന്ന പേരെന്താണ്? എല്ലാം കിട്ടിയ മനുഷ്യൻ. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനല്ല, എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ. രണ്ടും വ്യത്യാസമുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനല്ല, എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ. എല്ലാം നഷ്ടപ്പെടുത്തി നിൽക്കുന്ന മനുഷ്യനെ വിളിക്കുന്ന പേരാണ് എല്ലാം നേടിയ മനുഷ്യൻ. ഒരാൾ നേടുന്നത് എപ്പോഴാണെന്നറിയോ? അയാൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും മനുഷ്യരുടെ മനസ്സിൽ ബാക്കിയാകുമ്പോഴാണ്. എനിക്കൊരു കാക്ക ഉണ്ടായിരുന്നു. അവന്റെ 26-ാമത്തെ വയസ്സിലാണ് ക്യാൻസർ വന്നത്. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല അല്ലെ? നമ്മൾ ഏതൊരു വ്യക്തിക്കും സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, പാലിയേറ്റീവ് രോഗികൾക്ക് അവർ നൽകുന്ന വളരെ മനോഹരമായ കെയറൊക്കെ ഏറെ അനുഭവവേദ്യമായ സംഗതിയാണ്. സോ ആ ഒരു പ്രവർത്തനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം വളരെ ആവശ്യവുമാണ്.
നമ്മളുടെ പല ഭവനങ്ങളിലും വയോജനങ്ങൾക്ക് കൃത്യമായ കെയർ നൽകുവാൻ അവരുടെ മക്കൾക്ക് പോലും സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്ന വലിയൊരു പോപ്പുലേഷൻ ഉള്ളപ്പോൾ കൃത്യമായിട്ട് ഈ പറയുന്ന വയോജനങ്ങൾക്ക്, അതേപോലെ തന്നെ കിടപ്പ് രോഗികൾക്ക്, പാലിയേറ്റീവ് കെയർ ആവശ്യമുള്ള പല മേഖലകളിലെ രോഗികൾക്ക്, വീടിന് പുറത്തേക്ക് പലപ്പോഴും ഒരു സോഷ്യൽ ലൈഫ് ഒന്നും സാധ്യമല്ലാത്ത വ്യക്തികൾക്കും കൃത്യമായ കെയർ നൽകുവാൻ ഈ പാലിയേറ്റീവ് നഴ്സുമാരുടെ ശൃംഖല വലിയൊരു സഹായമായിട്ടുണ്ട് നമുക്കെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പലപ്പോഴും അവർക്ക് ലഭിക്കുന്ന ആ ഒരു ശമ്പളം എന്നതിനപ്പുറം ഒരു ആതുര സേവന പ്രവർത്തനമായിട്ടാണ്, ഏറെ ആത്മാർത്ഥമായിട്ടൊരു സേവന പ്രവർത്തനമായിട്ടാണ് ഇവരൊക്കെയും ഇതിനെ കാണുന്നത് എന്നുള്ളത് പലപ്പോഴും ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളത്. ആ പാലിയേറ്റീവ് നഴ്സുമാരെയും ഏറ്റവും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുക, ഏറ്റവും ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളുടെ സേവനങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ ഒരു സ്ഥാപനത്തിനും ഈ ഒരു പ്രോഗ്രാമിനും എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊണ്ട് ഇനിയും ഏറെ പതിറ്റാണ്ടുകൾ നമ്മളുടെ ഈ ഒരു ഗ്രാമത്തിന്റെ പറവണ്ണ പ്രദേശത്തിന്റെയൊക്കെ ഒരു ലൈറ്റ് ഹൗസ് ആയിട്ട് തന്നെ ആതുര സേവന മേഖലയിൽ ഒരു ശക്തി കേന്ദ്രമായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ സേവനങ്ങൾ ലഭിക്കുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് തന്നെ മുന്നോട്ട് പോകുവാൻ ദുആ ആശുപത്രിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ മാത്രം നേരിട്ട് കണ്ടിട്ടുള്ളതാണ്.